ഒരാൾ കുറ്റക്കാരനാണെന്ന് എങ്ങനെ തെളിയുന്നത്? ഒരാൾ കുറ്റക്കാരനാണെന്ന് തെളിയുന്നത് ആ കുറ്റം സംബന്ധിച്ച് അന്വേഷിച്ച് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കുറ്റമുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ചയില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അങ്ങനെ കുറ്റം ചെയ്യാത്ത ഒരാളിനെ രാവിലെ എഴുന്നേറ്റ് ക്രൂശിക്കാൻ പറ്റും? നമ്മളെല്ലാവരും തെറ്റുകൾക്ക് അതീതമാണ്. നമ്മൾക്കൊക്കെ നമ്മുടേതായ ഭാഗത്ത് തെറ്റുകളോ കുഴപ്പങ്ങളോ കുറവുകളോ ഉണ്ടാകാം. ഇനി ഏതെങ്കിലും കാരണവശാൽ അദ്ദേഹം നിരപരാധിയാണ് എന്ന് വന്നാൽ എന്ത് ചെയ്യും? അപ്പോൾ ഒരാൾ നിരപരാധിയെ രാവിലെ എഴുന്നേറ്റിട്ട് നിങ്ങൾ തെറ്റുകാരനാണെന്ന് പറഞ്ഞ് ക്രൂശിക്കാൻ പറ്റുമോ? അദ്ദേഹം ഇന്നലെ നിഷേധിച്ചു. അദ്ദേഹം ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഒരു കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ സൈറ്റിലാണ് ഈ വിഷയം നടന്നതെന്നാണ് പറയപ്പെടുന്നത്. അദ്ദേഹം പറയുന്നു അദ്ദേഹത്തിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ്സ് ഉണ്ടായിരുന്നു പറയുന്നു. ഇതെല്ലാം പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം ആ പരാതിന്മേലല്ലേ പറ്റൂ. കഴിഞ്ഞ തവണ നമ്മളിവിടെ തന്നെ ബൈറ്റെടുത്ത സമയത്ത് സാർ പറഞ്ഞിരുന്നു, അതായത് ഇത്തരത്തിൽ ഒരാളെങ്കിലും ആരോപണം ഉന്നയിക്കുകയാണെങ്കിൽ ആരുടെയെങ്കിലും പേര് പറയുകയാണെങ്കിൽ നടപടിയെടുക്കാം. അത്തരത്തിൽ ഇപ്പോൾ പേര് പുറത്തു വന്നിരിക്കുന്നു, പക്ഷേ എന്നിട്ടും ഒരു നടപടി ഒരു സാമട്ടിലേക്ക് ആവുകയാണ്. നിങ്ങൾ ഇതാണ് ഇന്ന് കഴിഞ്ഞ ദിവസം നിങ്ങൾ മാധ്യമങ്ങൾ പറഞ്ഞത് എല്ലാം സാമട്ടാണ്. അറിവില്ലാത്ത മന്ത്രിമാർ, ബുദ്ധിയില്ലാത്തവന്മാർ, ഇതൊക്കെ നിങ്ങളിങ്ങനെ പറയല്ലേ? നിങ്ങളുടെ മീഡിയയിലിരിക്കുന്ന എല്ലാ ബുദ്ധിമാന്മാരായിരിക്കും. ആയിക്കോട്ടെ, അവർ ബുദ്ധിമാന്മാരായതുകൊണ്ട് അവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ട് ഈ പറയുന്നതിനകത്ത് ഞങ്ങൾ പറഞ്ഞതിനകത്ത് എൻ്റെ അടിസ്ഥാനപരമായ തെറ്റുണ്ടോ? നമ്മൾ ഫാക്ട്സ് വെച്ചല്ലേ പറയുന്നത്, നമ്മൾ നിയമം വെച്ചല്ലേ പറയുന്നത്. ഞാൻ പറഞ്ഞത് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് അങ്ങ് പറയുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞെന്ന് എനിക്കറിയില്ല, കാരണം അങ്ങനെ പറയാൻ പറ്റില്ല. ഒരാളൊരു ആകാശത്തു നിന്നൊരു ഒരു കാര്യം പറഞ്ഞാൽ അതിന്മേലൊരു കേസെടുക്കാൻ പറ്റും? ഞാൻ ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ ഇരയ്ക്കൊപ്പമാണ്, സ്ത്രീകളോടൊപ്പമാണ്. ഞാൻ വ്യക്തമായി പറയുന്നു, കേരളത്തിലെ തൊഴിലിടങ്ങളിൽ ഒരു സംശയം വേണ്ട, ഒരു സ്ത്രീയും ആക്രമിക്കപ്പെട്ടാൽ വിട്ടുവീഴ്ചയില്ല, നടപടി ഉണ്ടാവും. ആ നടപടി ഉണ്ടാകണമെങ്കിൽ രേഖാമൂലം പരാതി വേണം. രേഖാമൂലം പരാതി ഇല്ലാത്ത ഒരു പ്രശ്നത്തിന്മേൽ ഒരു കേസ് എടുത്താൽ നിലനിൽക്കില്ല എന്ന് സുപ്രീം കോടതി പല പ്രാവശ്യം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ഈ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ വ്യക്തമായി പറഞ്ഞത് ആർക്കെങ്കിലും പരാതി ഉണ്ടോ തരിക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മന്ത്രിയായി ഇത്രയും നാൾ ആരും പരാതി തന്നിട്ടില്ല. തരാത്തൊരു പരാതിന്മേൽ കേസ് എങ്ങനെ എടുക്കുന്നു? അപ്പോൾ ഇതൊക്കെ നമ്മൾ സാങ്കേതികമായി നമുക്ക് പറയാം, യാന്ത്രികമായി നമുക്ക് പറയാം. പക്ഷെ നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെൻറ് ഉണ്ട്. ആ നിയമപരമായ കാര്യങ്ങൾ പരിശോധിച്ചിട്ട് ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റും. ഞങ്ങൾ ഈ വിവരാവകാശ കമ്മീഷൻ ഇത് കൊടുക്കരുതെന്ന് പറഞ്ഞല്ലോ. നിങ്ങളുടെ ചാനലിരിക്കുന്ന ചില ചാനൽ, എല്ലാ ചാനലും ഒന്നുമില്ല, മാന്യമായി പറയുന്നവരുണ്ട്, അല്ലാതെ ചില ചാനലുകാരുണ്ട്. അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ഇതൊക്കെ കൊടുക്കാം. ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കിയ ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള വിവരാവകാശ കമ്മീഷന് നിയമപരമായ ആ വിവരാവകാശ കമ്മീഷന്റെ അധികാരത്തെ എങ്ങനെ ഒരു ഗവൺമെന്റ് ചോദ്യം ചെയ്യും? ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തരുമ്പോൾ തന്നെ ഹേമയുടെ കത്ത് നമുക്ക് തരുന്നു. ആ കത്താണിത്. ആ കത്ത് ഇവിടെ തരികയാണ്. ആ കത്ത് വന്നിട്ട് ആ കത്തിനകത്ത് വളരെ വ്യക്തമായി പറയുകയാണ്, സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് വേണം ചെയ്യാൻ. എന്ന് വെച്ചാൽ അതിനർത്ഥം എന്താ? നിങ്ങൾ വ്യക്തിയെ മോശപ്പെടുത്തുന്ന ഏതെങ്കിലും ഒരു കാര്യം ഇതിനകത്തുണ്ടെങ്കിൽ ഇത് പുറത്തുവിടാൻ പാടില്ല എന്ന് രേഖാമൂലം അവർ എഴുതി തരുന്നു. അതിനുശേഷം ബഹുമാനപ്പെട്ട അന്നത്തെ സ്റ്റേറ്റ് ഇൻഫർമേഷൻ കമ്മീഷൻ അദ്ദേഹത്തിൻ്റെ കൃത്യമായ ഉത്തരവ്, ഒരു കാരണവശാലും ഇതിനകത്ത് ഒരു വരി പോലും പുറത്തുവിടാൻ പാടില്ല. എന്ത് തെറ്റാണ് ഞങ്ങൾ ചെയ്തത്? അതിനുശേഷം 4 വർഷം കഴിഞ്ഞപ്പോൾ ഒരാളിപ്പോഴത്തെ വിവരാവകാശ കമ്മീഷൻ സമീപിക്കുന്നു. വിവരാവകാശ കമ്മീഷൻ പറഞ്ഞു അതിനകത്ത് വ്യക്തിയെ മോശപ്പെടുത്തുന്ന ഭാഗം ഒഴിയെ കൊടുക്കണം. ആ ദിവസം തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് യാതൊരു എതിർപ്പുമില്ല, കൊടുത്തു. ഹൈക്കോടതി പോയി സ്റ്റേ മേടിച്ചു. അത് ഹൈക്കോടതി പറഞ്ഞു കൊടുക്കണം, ഞങ്ങൾ കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുത്തു. പിന്നെ ഇതിനകത്തുള്ള പ്രശ്നം, സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് ഇതിൻ്റെ ഉത്തരവാദി. ഈ ഉത്തരവാദിത്തപ്പെട്ട കസ്റ്റോഡിയൻ അവരുടെ കയ്യിലിരിക്കുന്ന ഒരു കാര്യം സംസ്ഥാനത്തെ ഏതെങ്കിലും ഒരു മന്ത്രി ചോദിച്ചു വാങ്ങാൻ പറ്റുന്ന പൊസിഷനല്ല ഈ വിഷയം നിൽക്കുന്നത്. ഇത് ബഹുമാനപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ ആദ്യം മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പുറത്തുവിടാൻ പാടില്ല. ഇതിനകത്ത് ഒരു പേജ് പുറത്തു വിട്ടാൽ എന്തായിരുന്നു ഗവൺമെൻറ് സ്ഥിതി? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ വിവരാവകാശ കമ്മീഷനും ജസ്റ്റിസ് ഹേമയും പറയുന്നു ഇത് പുറത്തുവിടരുത്. ഇത് അങ്ങനെ പറഞ്ഞ ഒരു കാര്യം ഞങ്ങൾ ഒരു പേജ് പുറത്തുവിട്ടാൽ, രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി പുറത്തുവിട്ടാൽ എന്തായിരുന്നു അവസ്ഥ? ഞങ്ങൾ നിയമം പാലിച്ചു, നിയമത്തെ വിശ്വസിക്കുന്നു. ഇപ്പോഴും ഞങ്ങൾ നിയമത്തെ വിശ്വസിക്കുന്നു. നിയമത്തിൻ്റെ വഴിക്ക് പോട്ടെ, ഒരു സംശയം വേണ്ട. ആ നിയമാനുസൃതമുള്ള നടപടികൾ കൃത്യമായി പാലിച്ച് 2024 ആയപ്പോൾ ഇവിടെ ഇപ്പോൾ വിവരാവകാശ കമ്മീഷൻ്റെ ഉത്തരവ് വന്നു. ഹൈക്കോടതി പറയുന്നു കൊടുത്തു. ഇനി ഏതെങ്കിലും ഭാഗം കൊടുക്കണോ? കോടതി പറഞ്ഞാൽ കൊടുക്കും. ഇപ്പം കോടതി പറഞ്ഞു എല്ലാം സീൽ ചെയ്തുകൊണ്ട് തരാം. ബഹുമാനപ്പെട്ട സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അത് കൊടുത്തേ പറ്റൂ. 10-ാം തീയതി കോടതി ഇത് കേൾക്കാണ്ടിരിക്കുകയാണ്. അപ്പോൾ കോടതി പറയട്ടെ. ഇങ്ങനെ ഒരു സുതാര്യമായ ഒരു കാര്യം ഒരു ഗവൺമെൻറ് ചെയ്യുമ്പോൾ എത്ര മ്ലേച്ഛമായിട്ടാണ് ഈ കാര്യത്തിൽ ചില മാധ്യമം, ഒറ്റപ്പെട്ട മാധ്യമങ്ങളേ ഉള്ളൂ. നിങ്ങൾക്ക് റേറ്റിംഗ് കിട്ടാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞു, അതൊന്നും വിഷയമില്ല. പക്ഷേ ഒരു ഗവൺമെൻറ്റിനെ മോശപ്പെടുത്താൻ നിങ്ങൾ എന്തിനാണ് ഇത് ആയുധമാക്കുന്നത്? ഈ സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ സിനിമയ്ക്ക് വേണ്ടി സഹായം ചെയ്തൊരു ഗവൺമെൻറ് ഇത്.
150 കോടി രൂപയുടെ പ്രവൃത്തിയാണ് ഇപ്പോൾ ചിത്രാഞ്ജലി നടക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ് വി.ഡി. സതീശൻ്റെ പാർട്ടി ഭരിച്ചല്ലോ, 1 രൂപ സിനിമയ്ക്ക് വേണ്ടി കൊടുത്തോ? എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇപ്പോൾ ഞങ്ങളുടെ ഗവൺമെൻറ്റിനെ മോശപ്പെടുത്തുമ്പോൾ അതിൽ 80 കോടി രൂപയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ പോയി സൈറ്റ് ഇൻസ്പെക്ട് ചെയ്യും. കേരളത്തിലെ ഏറ്റവും വലിയ ഷൂട്ടിംഗ് സെൻറ്റർ വരാൻ പോകുന്നു ചിത്രാഞ്ജലി. എങ്ങനെ തകർന്നു കിടന്ന ഒരു സ്ഥാപനമാണ്, നന്നാക്കി എടുത്തില്ലേ? 27 തിയേറ്ററുകൾ കേരളത്തിൽ വന്നു കഴിഞ്ഞു. പല തിയേറ്ററുകളും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇത്രയും തിയേറ്ററുകൾ 10-15 തിയേറ്ററുകൾ പുതുതായിട്ട് പണിത സ്ക്രീനുകൾ കൊണ്ടുവന്ന ഒരു കാര്യമുണ്ടോ? പെൺകുട്ടികളുടെ കാര്യത്തിൽ ഹേമ കമ്മിറ്റി പറഞ്ഞ ഏറ്റവും വലിയ നിർദ്ദേശമായിരുന്നു സ്ത്രീകൾക്ക് അവർക്ക് സിനിമ നിർമ്മിക്കാനുള്ള അവകാശം കൊടുക്കണം. 3 കോടി രൂപ കഴിഞ്ഞ 4 വർഷമായി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 4 സിനിമ ഇപ്പോൾ ഇറങ്ങി, ഒന്നും ചെയ്തില്ല. പിന്നെ ഇത്ര ഹാർമണി ഈ മേഖല ഉണ്ടാക്കിയ ഒരു ഗവൺമെൻറ് ഉണ്ടോ? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, വകുപ്പ് മന്ത്രി എന്നും ഞാനും ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം എല്ലാവരുമായി സംസാരിച്ചു ഹാർമണി ഉണ്ടാക്കാൻ വേണ്ടി. കാരണം പലതരത്തിലുള്ള തർക്കങ്ങൾ ഇവരുടെ ഉണ്ട്. പക്ഷെ അതെല്ലാം പരിഹരിച്ച് ഒറ്റക്കെട്ടായി പോകാൻ വേണ്ടിയുള്ള നിലപാട് സ്വീകരിച്ചതിൻ്റെ ഫലമായി ഇന്ന് സിനിമാരംഗം വലിയ തരത്തിൽ മൂവ് ചെയ്തു. ആയിരക്കണക്കിന്. പിന്നെ ഈ പറയുന്ന കാര്യങ്ങളിൽ ഇവിടെ ഹേമ കമ്മിറ്റി പറഞ്ഞ നിർദ്ദേശങ്ങളിനകത്ത് വേതനം സംബന്ധിച്ചുള്ള പ്രശ്നമുണ്ട്. ഞങ്ങൾ ചർച്ച ചെയ്തു. ഞാൻ ബന്ധപ്പെട്ട പ്രൊഡ്യൂസേഴ്സിൻ്റെ മീറ്റിങ്ങിൽ ഞാൻ പറഞ്ഞവരോട് ശക്തമായി ഞങ്ങൾ പറഞ്ഞു, വേതനം സംബന്ധിച്ചിടത്തോളം കൃത്യമായി അവർക്ക് വേതനം കൊടുത്തേ പറ്റൂ, അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ ഈ ടോയ്ലറ്റ് സംവിധാനം അതിപ്പോൾ ഉണ്ട്. അത് നേരത്തെയുള്ള കാര്യമാണ്. ഈ ടോയ്ലറ്റ് സംവിധാനം ഇല്ലെന്ന് പറഞ്ഞാൽ ഹേമ കമ്മിറ്റി പറഞ്ഞത് പിക്കാട്ടിനടുത്തുണ്ട്. അത് ഉറപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ ഡ്രസ് ചേഞ്ചിങ് മുറികൾ ഉണ്ടാകണമെന്നുള്ള നിർദ്ദേശം വന്നു. അത് ഉറപ്പാക്കാൻ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട്.